എനിക്ക് മറ്റുള്ളവർ സഹായിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട്. മാക്സിമം ഒരു സഹായം എന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതിന്റെ അത്രയും മാക്സിമം നമ്മൾ കുറച്ചായിട്ട് നമ്മൾ കൂടുതലൊന്നും ₹1 പോലും അടുത്ത സമയത്ത് അമ്മയ്ക്ക് കടയിലേക്ക് കുറച്ച് സാധനം മേടിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങനെ സഹായം ചോദിച്ചാൽ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് കുറച്ചുപേര് എന്നെ കോൺടാക്ട് ചെയ്തായിരുന്നു. എന്ന് വെച്ചാൽ അമ്മ ഞാൻ കോൺടാക്ട് ചെയ്യാം എന്നും പറഞ്ഞ് നമ്പർ കൊടുത്തിട്ടെങ്കിൽ എന്നെ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു. അതിൽ എൻ്റെ കിട്ടിയ പൈസ ഞാൻ കണക്ക് പറയാം. കൂടാതെ അവരെല്ലാവരും പറഞ്ഞ് ഒരു കാര്യമുണ്ട്, ആരുടെയും പേര് പറയണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവരെ തന്ന ഗൂഗിൾ പേ തന്ന പൈസയുടെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. അല്ലെങ്കിൽ പിന്നെ അത് എനിക്കൊരു ബുദ്ധിമുട്ടാവും. അത് കാരണം ആരുടെയും പേര് പറയുന്നില്ല. തന്നവരുടെ പൈസ തന്നെല്ലാം ഞാൻ ഇതുപോലെ അവരുടെ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ബുക്കിനകത്ത് ഡേറ്റ് സഹിതം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ പൈസ കൂടെ പറഞ്ഞേക്കാം. വലിയ പൈസയൊന്നുമില്ല, കുറച്ച് പൈസയേ ഉള്ളൂ. എന്നാലും അവരവരെ കൊണ്ട് സഹായിച്ചല്ലോ. ആ സഹായത്തിന് അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാം. ആ വീഡിയോ കണ്ടവർക്കും ആരും ഷെയർ ചെയ്തില്ല, എന്നാലും കുറച്ച് പേരെങ്കിലും ഷെയർ ചെയ്തില്ല. ആ ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ തന്ന എമൗണ്ടും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. എന്നാലും എനിക്കൊരു മനസ്സിൻ്റെ ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എന്നിട്ട് അമ്മയെ ഞാൻ വിളിച്ച് ഞാൻ കുറച്ച് ലിസ്റ്റ് എടുത്ത കടയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. പോകുന്ന വഴി ഞാൻ മേടിച്ച് കൊണ്ടു കൊടുക്കാം. അമ്മയും കൂടെ കൂട്ടി മേടിച്ച് അമ്മയും കൂടെ കൊണ്ടുപോയി മേടിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അതിനുള്ള സമയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അമ്മയെ വിളിച്ച് ലിസ്റ്റ് എടുത്ത് അവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ എന്നിട്ട് ആ സാധനങ്ങൾ ഞാൻ തന്നെ മേടിച്ചോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ആ വീഡിയോ ഉൾപ്പെടുത്താം. അതിൽ എൻ്റെ കയ്യിൽ കിട്ടിയ പൈസ ഞാൻ പറഞ്ഞുതരാം. ഒരു സുഹൃത്ത് നമുക്ക് അയച്ചു തന്നത് ₹200, പിന്നെ ഒരു സുഹൃത്ത് അയച്ചു തന്നത് ₹100, പിന്നെ വേറെ സുഹൃത്ത് അയച്ചു തന്നത് ₹150, പിന്നെ ഒരു സുഹൃത്ത് അയച്ചത് ₹150, പിന്നെ വേറെ സുഹൃത്ത് അയച്ചത് ₹300, പിന്നെ വേറെ സുഹൃത്ത് അയച്ചത് ₹100, പിന്നെ വേറെ സുഹൃത്ത് അയച്ചത് ₹100, പിന്നെ വേറെ സുഹൃത്ത് അയച്ചത് ₹200, പിന്നെ ഒരു ₹200 വേറെ സുഹൃത്ത് അയച്ചു തന്നു. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ സ്ഥിരം കാണുന്ന നമ്മുടെ വീടിനടുത്തുള്ളൊരു ചേട്ടന് ₹1000 എൻ്റെ തന്നത്. ആ വീഡിയോ മുന്നേ ചെയ്തിട്ട് എന്തായെന്ന് ചോദിച്ച് എന്നെ വിളിച്ചായിരുന്നു. കണ്ടപ്പോൾ സംസാരിച്ച് അങ്ങനെ എനിക്ക് എൻ്റെ കയ്യിൽ ₹1000 ആയിട്ട് തന്നു. മോനെ ഇതേ ഉള്ളെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ ₹1000 തന്നു. അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ₹2500 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മയെ വിളിച്ച് അത്യാവശ്യം അവിടെ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ സാധനങ്ങൾ മേടിച്ച് ഇത് ശകലം കൂടുതലായാലും ശരി ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ടും കൂടെ ബാക്കി എങ്ങനെയൊക്കെയാലും കുറച്ച് സാധനങ്ങൾ മേടിച്ചാൽ കൊടുക്കും. അതിൽ മേടിച്ച സാധനം എത്ര ആയെന്നോ എല്ലാം ഡീറ്റെയിൽ ഞാൻ പറയുന്നതായിരിക്കും. അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അന്നേരം തന്നവർക്ക് ഈ എന്നെ വിളിച്ചവരും മെസ്സഞ്ചറിലൊക്കെ ഇഷ്ടം പോലെ മെസ്സേജും കോളുകളാണ് വരുന്നത്. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1-2 പേരൊന്നുമല്ല, ഒരുപാട് പേരുടെ മെസ്സഞ്ചറിൽ ഇഷ്ടം പോലെ മെസ്സേജുകൾ വരാറുണ്ട്. അന്നേരം ഇവരുടെ എല്ലാം മനഃപൂർവ്വം നമ്മൾ എടുക്കാതിരിക്കുന്നതല്ല, റിപ്ലൈ തരാതിരിക്കുന്നതല്ല, അതിനെല്ലാം സമയമില്ലാത്തതിൻ്റെ പേര് മാത്രമാണ്. ആരൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏതായാലും 3 വർഷം ആകുമ്പോൾ ഞാൻ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിനുള്ളിൽ ഇത് രണ്ടാമത്തെ പ്രാവശ്യം. ഇത് ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഏതായാലും ഈ തന്നവരൊക്കെ എല്ലാം 1000 നന്ദി. ഞാനിപ്പം പോകുന്ന വഴിക്ക് സാധനങ്ങൾ മേടിച്ച് അമ്മയെ കൊണ്ട് കൊടുക്കാനാണ് എൻ്റെ പ്ലാനാണ്. അന്നേരം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അങ്ങനെ നമ്മൾ കരിയിലക്കണൻ്റെ പ്രിയങ്കയുടെ വീടിൻ്റെ അടുത്തെത്തി. ഇവിടെ ശിവനട അമ്പലത്തിൽ വായന നടപ്പുണ്ട്. ചിലപ്പോൾ വായനയുടെ ഒക്കെ സൗണ്ട് കേൾക്കും. പിന്നെ ഇവിടുന്ന് സർവത്തുണ്ട്. പ്രിയങ്കയുടെ വീട്ടിൽ അമ്മ നാടൻ സർവത്ത് കാച്ചി വിൽക്കുന്നുണ്ട്. അന്നേരം ഇവിടുന്ന് 2 കുപ്പി സർവത്തും കൂടെ അമ്മയ്ക്ക് വേണ്ടി മേടിക്കാം. മേടിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അമ്പലം കൂടെ കാണിച്ചു തരാം. ശിവനട അമ്പലം. ഇതാ പ്രിയങ്കയുടെ വീട്. ഇവിടെ മുളകൊടിയും സർവത്ത് എല്ലാ പരിപാടിയും ഉണ്ട്. ഇവിടുന്ന് 2 കുപ്പി സർവത്തോടെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചു കൊടുക്കും. ഇവിടുന്ന് 2 സർവത്ത് മേടിച്ചിട്ടുണ്ട്. ഇത് അമ്മ തന്നെ കാച്ചത് കേട്ടോ, നാടൻ സർവത്ത്. ആ ഇത് അമ്മയുടെ കണക്കായിട്ട് ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ, അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ കരിയിലക്കുളങ്ങര ജംഗ്ഷനിലെത്തി. ഇവിടെ റൈറ്റ് തിരിയുന്നിടത്ത് ഒരു ഹോൾസെയിൽ കടയുണ്ട്. അന്നേരം അവിടുന്ന് സാധനങ്ങൾ മേടിക്കാന്ന് വിചാരിച്ചു. അപ്പം സ്ഥിരമായിട്ട് പ്രിയങ്കയുടെ അമ്മ അവിടുന്ന് സാധനം മേടിക്കുന്നത്. അന്നേരം പ്രത്യേക ഡിസ്കൗണ്ട് കിട്ടും എന്നാ പറഞ്ഞത്. ഇനി അവിടെ ചെന്ന് വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കുവാണെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അവിടെ ചെന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ കരിയിലക്കുളങ്ങര ഹോൾസെയിൽ കടയിൽ വന്നു കേട്ടോ. സാധനം എടുക്കാൻ വേണ്ടി എല്ലാം ലിസ്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് പോയിട്ട് വന്നിട്ട് സാധനം എടുക്കാം. പുള്ളി സാധനം എടുത്ത് വെച്ചേക്കും. ഇപ്പോഴത്തേക്ക് എനിക്ക് അപ്പുറം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. പോയിട്ട് വന്നിട്ട് സാധനം മേടിച്ച് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നതായിരിക്കും. എൻ്റെ പേര് സുധീഷ്. അളിയങ്ങോട്ട് നോക്കി. അളിയനെ നമ്മള് സ്കൂളിൽ വെച്ച് കണ്ട് പരിചയമുണ്ട്. തീർച്ചയായിട്ടും പരിചയമുണ്ട്. ഇവിടെ വന്ന് വീണ്ടും പരിചയം പുതുക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം. നമ്മുടെ സാധനം എല്ലാം എടുത്തോ? സാധനം എല്ലാം എടുത്തു. ലിസ്റ്റ് പ്രകാരം നമ്മളെല്ലാം എണ്ണം നോക്കിയിട്ടുണ്ട്. എണ്ണം കൂട്ടിയെടുത്തേക്കും. പേരെന്തോളിയോ? ഇത് പ്രതിഭ സ്റ്റോർ, കരിയിലക്കുളങ്ങര 10-25 ജംഗ്ഷനിലൊക്കെ നമ്മൾ 10-25 വർഷമായിട്ട് ഉള്ള ഒരു വ്യാപാര സ്ഥാപനമാണ്. ഹോൾസെയിലായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അത്യാവശ്യം മാന്യമായ വില കുറച്ചാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഏതായാലും എന്ത് സാധനം വേണമെങ്കിലും മാക്സിമം വന്നാല് ഹോൾസെയിൽ വിലയൊക്കെ എല്ലാവർക്കും ഹോൾസെയിൽ വിലയ്ക്ക് സാധനം കൊടുക്കുന്നത്. സാധനം എടുക്കാൻ റേറ്റ് കുറയും. നമ്മള് 10 പീസ് 5 പീസൊക്കെ എടുത്ത് എല്ലാവർക്കും ഹോൾസെയിൽ വിലയ്ക്ക് നമ്മൾ സാധനം കൊടുക്കും. ബിസ്ക്കറ്റായി മുട്ടയായി എല്ലാ സാധനം, എന്ത് സോപ്പ് എല്ലാ ഐറ്റം. വലിയ പരിപാടിയാണ്. നമുക്ക് റേറ്റ് കുറച്ചിട്ടല്ലോ. പിന്നെ നമ്മൾ കംപ്ലീറ്റ് മാക്സിമം ഒരു സഹായം എന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതിന്റെ അത്രയും മാക്സിമം നമ്മൾ കുറച്ചായിട്ട് നമ്മൾ കൂടുതലൊന്നും 1 രൂപ പോലും കൂടുതൽ എടുത്തിട്ട്. നമ്മള് സാധനങ്ങളെല്ലാം കൊണ്ട് നമ്മുടെ കടയിൽ അടുക്കി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടവർക്കും, വീഡിയോ കണ്ടവർക്കും, ലൈക്ക് ചെയ്തവർക്കും, കമന്റ് ചെയ്തവർക്കും, കുറച്ചുപേരെ ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. എനിക്ക് അതുകൊണ്ട് കുറച്ചല്ല, ഈ കട നിറച്ച സാധനങ്ങളായി. ഇപ്പൊ അത്യാവശ്യം സാധനങ്ങൾ എടുത്ത് വെച്ച് ബാക്കി ചാക്കി തന്നെ ഇരിപ്പുണ്ട്. പിന്നെ അമ്മ ഒരുപാട് സന്തോഷമായില്ലേ? ഒരുപാട് സന്തോഷം. എന്താ കൈ പിടിച്ചത്? അന്നേരം നമ്മളങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് കുറച്ചുപേരെ സഹായിച്ചുള്ളെങ്കിൽ നമുക്ക് ഇപ്പൊ എനിക്ക് എല്ലാവരും കൂടെ 2500 രൂപ തന്നായിരുന്നേ. അതിനകത്ത് എല്ലാം കൂടെ ഇപ്പൊ സാധനം എടുത്ത് 3000 രൂപ ആയിട്ടുണ്ട്. പിന്നെ അവര് കടക്കാര് മാറ്റി റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ആവശ്യം പറഞ്ഞതിന്റെ പേരില്. അതുകൊണ്ട് വേണ്ട ബില്ലായാലും അമ്മ അറിയേണ്ട കണക്ക്. എന്നെ സഹായിച്ചല്ല, അമ്മയെ സഹായിച്ചു. അതുകൊണ്ട് ബില്ല് അമ്മയുടെ ഇരിക്കട്ടെ കേട്ടോ. അമ്മയെ സഹായിച്ചു, എന്നെ സഹായിച്ചല്ല, അമ്മയെ സഹായിച്ചതാ. അതുകൊണ്ട് അമ്മ തീർച്ചയായിട്ടും അറിയണം. എന്നുവെച്ചാ വീഡിയോ കാണുന്നവരും കൂടെ അറിയണമല്ലോ, അതിന്റെ പേരില്ല കേട്ടോ. അതുപോലെ എന്നെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റി, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ല, എന്നെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്തവര്, പൈസ തന്നവരും അവരുള്ളതുകൊണ്ടല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. അവരോട് നന്ദി പറയണ്ടത്. അമ്മയ്ക്ക് എന്തോ പറയാനുള്ളത്? മൈക്ക് ഇച്ചിരി അടിപ്പിച്ച് പിടിച്ചു. എനിക്ക് മറ്റുള്ളവർ സഹായിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും എന്റെ ഹൃദയം നന്ദിയുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലൊക്കെ ഉള്ളവരുണ്ടല്ലേ നമ്മളെപ്പോലുള്ളവര് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. എനിക്കൊന്നും സമയമില്ല. സമയമുള്ള സമയത്താണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അമ്മയ്ക്ക് അറിയാമല്ലോ, അമ്മയ്ക്ക് മനസ്സിലായില്ലോ. അപ്പൊ മോനായി കടയിൽ ഇത്രയും സാധനം കട നിറച്ച് സാധനമായിട്ടുണ്ട്. എത്ര നന്ദി പറയണം, എന്തോ പറയാൻ അറിയാൻ മതി വരത്തില്ല. അതായത് ഇത്രയൊക്കെ ആയില്ലേ, മതി. ഇനി അതുകൊണ്ട് അമ്മ ഇതെല്ലാം കച്ചവടം ചെയ്ത് ഈ പൈസ കൊണ്ട് ഇനി സാധനങ്ങൾ നിറച്ച് മേടിച്ചു വെക്കും കേട്ടോ. ബുദ്ധിമുട്ടുണ്ടാകും, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യരില്ല. എന്നാലും ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. അന്നേരം മാക്സി ഇത് വിൽക്കുന്ന കാശിന് സാധനങ്ങൾ മേടിച്ചു വെക്കുക കേട്ടോ. എല്ലാം നല്ല രീതിയിൽ ഐശ്വര്യമായിട്ട് നല്ല രീതിയിൽ കച്ചവടം നടക്കട്ടെ. അന്നേരം വീഡിയോ കാണുന്നവരെ, ഇതിലെ വരുന്നവര്, ലൊക്കേഷൻ വെച്ചാൽ നമ്മുടെ KPC ജംഗ്ഷനിൽ നിന്ന് ഹൈവേയുടെ പടിഞ്ഞാറ സൈഡിൽ കൂടെ വടക്കോട്ട് വരുമ്പോൾ ഈ ചെറിയൊരു കടയാണ്, കാണുമ്പോൾ മനസ്സിലാവും. അന്നേരം മാക്സിമം ഇവിടെ വന്ന് ഈ ചെറിയ ഐറ്റം സാധനങ്ങളേ ഉള്ളൂ. സോഡ സർബത്തും മോരും വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇതെല്ലാം ഒന്ന് മേടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണം മാക്സിമം പറ്റുന്ന രീതിയിൽ. അന്നേരം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ പറഞ്ഞുതരാം.